ഒരു പച്ചപ്രദമായ കാട്ടിൽ വളരെ സുന്ദരമായ ഒരു മാൻ താമസിച്ചിരുന്നത്. അവളുടെ കണ്ണുകൾ മോതിരങ്ങളുപോലെയും പ്രകാശിച്ചു. അതിന്റെ കൊമ്പുകൾ സ്വർണ്ണ പോലെ തിളങ്ങി. മാന്റെ ഹൃദയം എപ്പോഴും കരുണയുള്ളതായിരുന്നു. മറ്റു മൃഗങ്ങളെ സഹായിക്കുന്നതിൽ ഒരിക്കലും ഉദ്ദേശക്കേടുണ്ടായിരുന്നില്ല. അടുത്ത തന്നെ കാട്ടിൽ ഒരു ഗർവമുള്ള സിംഹവും താമസിച്ചിരുന്നത്. എല്ലാവരും അതിനെ കാട്ടിലെ രാജാവ് എന്ന് വിളിച്ചിരുന്നു. എന്നാൽ സിംഹം എപ്പോഴും കോപഭരിതനായിരുന്നു, മറ്റ് സ്വാർത്ഥതയോടുകൂടി. ഒരു ദിവസം കാട്ടിൽ വലിയ വരണ്ട കാലാവസ്ഥ സംഭവിച്ചു. എല്ലാ കുളങ്ങളും വറ്റിപ്പോയി. ജന്തുക്കൾ എല്ലായിടത്തും വെള്ളം തേടിത്തിരിഞ്ഞു. ആ സമയത്ത് സൂക്ഷ്മബുദ്ധിയുള്ള മാൻ തന്റെ നൈപുണ്യം ഉപയോഗിച്ച് ദൂരെ ഒരു ചെറിയ പുഴ കണ്ടെത്തി. മാൻ ഉടൻ ഓടി അത് എല്ലാ ജന്തുക്കൾക്കും പറഞ്ഞു. എന്നാൽ സിംഹം ഉറച്ച മനസ്സോടെ പറഞ്ഞു, ഞാൻ കാട്ടിലെ രാജാവാണ്, അതിനാൽ ഞാൻ ആദ്യം കുടിക്കും. മാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആദ്യം കുടിക്കൂയി. എന്നാൽ പിന്നീട് എല്ലാവർക്കും കുടിക്കാനുള്ള അവസരം നൽകണം. സിംഹത്തിന്റെ ഹൃദയം മൃദുവായി. എല്ലാ ജന്തുക്കൾക്കും കുടിക്കാനായി അനുവാദം നൽകി. മാൻ ചിരിച്ചു. അന്നൊരു ദിവസം മുതൽ സിംഹം യഥാർത്ഥ നേതാവ് ആരെന്ന് മനസ്സിലാക്കി. ശക്തി മാത്രം പോരുന്നു, കരുണയുള്ള ഹൃദയം ഉള്ളവൻ മാത്രമാണ് യഥാർത്ഥ നേതാവ്. കാട്ടിൽ വീണ്ടും സമാധാനവും സന്തോഷവും പകർന്നു.